നെൽകൃഷിയിൽ നൂറുമേനി വിളവ് ലഭിച്ചിട്ടും കർഷകർ പ്രതിസന്ധിയിൽ. തലപ്പിള്ളി താലൂക്കിലെ പാടശേഖരങ്ങളിലെ നെല്ല് സംഭരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് കർഷകർ. കർഷകരെ വെല്ലുവിളിക്കുന്ന അധികൃത നടപടികൾ തിരുത്തണമെന്ന് കെ അജിത് കുമാർ. തലപ്പിള്ളി താലൂക്കിലെ മുണ്ടകൻ പാടങ്ങളിൽ ഇത്തവണ നല്ല വിളവ് കർഷകർക്ക് ലഭിച്ചു. ഏക്കറിന് 2 ടൺ നെല്ല് മാത്രമേ സംഭരിക്കാൻ കഴിയൂ എന്ന് കൃഷിവകുപ്പും സിവിൽ സപ്ലൈ കോർപ്പറേഷനും അറിയിച്ചതോടെ കൂടുതൽ വിളവ് ലഭിച്ച കർഷകർ നെല്ല് എന്തു ചെയ്യും എന്നറിയാതെ പ്രതിസന്ധിയിലാണ്. കോൾപ്പാടങ്ങളിൽ 4 ടൺ വരെ നെല്ല് സംഭരിക്കുമ്പോഴാണ് മറ്റ് പാടശേഖരങ്ങളോടുള്ള ഈ വിവേചനമെന്നും അടിയന്തരമായി സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ട് കർഷകർ ഉൽപ്പാദിപ്പിച്ച മുഴുവൻ നെല്ലും സംഭരിക്കാൻ നടപടി സ്വീകരിക്കണം എന്നും DCC ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു. കൃഷിവകുപ്പ് മന്ത്രിക്കും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിക്കും പരാതി നൽകിയതായും അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ നെല്ല് മുഴുവൻ ജില്ലാ കൃഷി ഓഫീസിനു മുൻപിൽ ഇട്ട് പ്രതിഷേധിക്കും എന്ന് കെ അജിത് കുമാർ പ്രഖ്യാപിച്ചു. തലപ്പള്ളി മേഖലയിലെ മുണ്ടകൻ പാടങ്ങളിൽ കൊയ്ത്ത് ആരംഭിച്ചു. വടക്കാഞ്ചേരി നഗരസഭയിലെ മുണ്ടത്തിക്കോട് അതുപോലെ തന്നെ പാർലിക്കാട് മേഖലയിലൊക്കെ ഏകദേശം കൊയ്ത്ത് കഴിഞ്ഞപ്പോൾ ഇപ്രാവശ്യം നല്ല വിളവാണ് കർഷകർക്ക് കിട്ടിയത്. ഏകദേശം 30 മുതൽ 40 വരെ ഏക്കറിന് വിളവ് കിട്ടിയ ആളുകളുണ്ട്. ഇപ്പോൾ കർഷകർ നേരിട്ടിരിക്കുന്ന ഒരു പുതിയ പ്രതിസന്ധി, കൃഷിഭവനും സിവിൽ സപ്ലൈസും ഏക്കറിന് 2 ടൺ വരെയാണ് സംഭരിക്കാൻ സർക്കാർ അനുമതിയുള്ളൂ എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുകയാണ്. വലിയ ഉൽപ്പാദനം വന്നപ്പോൾ പലർക്കും 1 ടണ്ണ് മുതൽ 2 ടൺ വരെ ഒരു ഏക്കറിന് കയ്യിൽ സ്റ്റോക്കാണ്. ഇതെടുക്കാൻ കൃഷി വകുപ്പും സിവിൽ സപ്ലൈസും ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതെടുത്തില്ലെങ്കിൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ കമ്പനികൾക്ക് ഇത് കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ വലിയ സാമ്പത്തിക നഷ്ടമാണ് കഷ്ടപ്പെട്ട് കൃഷി ചെയ്തിട്ട് പ്രിയപ്പെട്ട നമ്മുടെ നാട്ടിലെ കർഷകർക്ക് ഉണ്ടാവാൻ പോകുന്നത്. എന്നാൽ കോൾപ്പാടങ്ങളിൽ 3 മുതൽ 4 ടൺ വരെ ഏക്കറിന് എടുക്കുന്നുണ്ട്. അതേ നിയമം തലപ്പള്ളി മേഖലയിലെ മുണ്ടകൻ കൃഷിക്കാർക്കും കർഷകർക്കും ബാധകമാക്കണം എന്നാണ് പറയാനുള്ളത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷി വകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിക്കും പരാതികൾ അയച്ചിട്ടുണ്ട്. സർക്കാർ ഈ കാര്യത്തിൽ അനുഭാവപൂർവ്വം ഇടപെടണം. കർഷകർക്ക് ഉൽപ്പാദിപ്പിച്ച മുഴുവൻ നെല്ലും സംഭരിക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണം. അതല്ലെങ്കിൽ മുഴുവൻ കർഷകരെയും ചേർത്ത് ഈ നെല്ല് മുഴുവൻ ജില്ലാ കൃഷി ഓഫീസിൽ കൊണ്ടുപോയി സംഭാവന ചെയ്യേണ്ടതായിട്ട് വരും.